നമസ്കാരം. ബി.ജെ.പിക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം 7 സംസ്ഥാനങ്ങളിലെ 13 സീറ്റിൽ 2 സീറ്റിൽ മാത്രമാണ് ബി.ജെ.പിക്ക് വിജയിക്കാൻ പറ്റിയത്. ഇന്ത്യ മുന്നണിക്ക് 10 സീറ്റിൽ വിജയിക്കാൻ പറ്റിയിരിക്കുന്നു. ബീഹാറിൽ ജനതാദൾ യു അടക്കം തകർന്ന് തരിപ്പണമായിക്കൊണ്ട് ഒരു ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ 4 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത്. അവിടെ 3 സീറ്റുകളിൽ ബി.ജെ.പിയിലേക്ക് മാറിയ 3 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു. അവിടെ ഈ ലോക്സഭാ ഇലക്ഷനിൽ വൻ വിജയം നേടിയ ബി.ജെ.പി സീറ്റിൽ റയ്ഗഞ്ചിൽ ഏകദേശം 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതേപോലെ തമിഴ്നാട്ടിൽ വിക്രവണ്ടി എന്നുള്ള സ്ഥലത്ത് ഏകദേശം 58,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് DMK സ്ഥാനാർത്ഥി അനു ശിവ വിജയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ അടുത്ത കാലത്തുണ്ടായ മദ്യ ദുരന്തം ഉണ്ടായിട്ട് പോലും യാതൊരു തകരാറും DMK മുന്നണിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത പറയാനുള്ളത്. അതേപോലെ ജലന്ധറിൽ പഞ്ചാബിൽ നിന്ന് ആം ആദ്മി പാർട്ടി 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ ഭാഗ്യത്തിനാണ് അമരാവാര എന്ന സീറ്റിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വെറും 3,000 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് ബി.ജെ.പി സ്ഥാനാർത്ഥി വിജയിച്ചത്. കഴിഞ്ഞ തവണ അവിടെ 40,000 വോട്ടിന് ബി.ജെ.പി ജയിച്ച സ്ഥലമാണ് മധ്യപ്രദേശിലെ അമരാവാല. ഇതേപോലെ തന്നെയാണ് ഹിമാചൽ പ്രദേശിലെ 3 സീറ്റുകളിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭാര്യ അടക്കം മത്സരിച്ച സീറ്റിൽ 2 സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു, 1 സീറ്റിൽ ബി.ജെ.പി വിജയിച്ചു. ഹാമീർപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ബി.ജെ.പി വിജയിച്ചിട്ടുള്ളത്. അതേപോലെ ഡെഹ്റ എന്ന സീറ്റിൽ നിന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഭാര്യ വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം 13 സീറ്റിൽ 10 സീറ്റും ഇന്ത്യ മുന്നണി പിടിച്ചെടുത്തു എന്ന് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടികളൊന്നും ഇനി ചെലവാകില്ല. അതേപോലെ ബദ്രീനാഥിലെ വിജയം ചൂണ്ടിക്കാണിക്കുന്നത് അമ്പലങ്ങളെ വെച്ചും മതത്തെ വെച്ചും വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങളും ഇനി ബി.ജെ.പിക്ക് ചെലവാകില്ല. ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള ഒഴുക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. പല സ്ഥലത്തും മുമ്പ് ബി.ജെ.പി നേട്ടമുണ്ടാക്കിയിരുന്നത് കോൺഗ്രസിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിജയിക്കില്ല എന്നുള്ള തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും അമൃത്സറിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ MLA ആണ് രാജിവെച്ച് ബി.ജെ.പിയിൽ പോയത്. എന്നാൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ടും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. യാതൊരു നേട്ടവും ബി.ജെ.പിക്ക് ഉണ്ടായില്ല. ഇതേപോലെ തന്നെയാണ് ബദ്രീനാഥില് അവിടെ ബി.ജെ.പിയിലേക്ക് പോയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയാണ് വൻ ഭൂരിപക്ഷത്തിന് 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതേപോലെ ബീഹാറിലെ ഒരു സീറ്റിൽ നടന്ന ഇലക്ഷനിൽ ദയനീയമായിട്ടാണ് ജനതാദൾ യു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഉത്തരാഖണ്ഡിലായാലും ബീഹാറിലായാലും അതേപോലെ പഞ്ചാബിലായാലും തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും ഹിമാചൽ പ്രദേശിലായാലും അങ്ങനെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ എവിടെ നടക്കുന്ന ഇലക്ഷനിലായാലും ബി.ജെ.പി പിന്നോട്ടടിക്കുന്നു, ബി.ജെ.പി തകരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബി.ജെ.പി മോഡി യുഗം, അമിത്ഷാ യുഗം തീരുന്നു. ഇന്ത്യയിൽ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം നടത്തുന്നു. രാഹുൽ ഗാന്ധി അടുത്ത കാലത്ത് ലോക്സഭയിൽ നടത്തിയ അത്യുജ്വലമായ പ്രകടനം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അതായത് ഇന്ത്യ മുഴുവൻ രാഹുൽ ഗാന്ധി തരംഗമാണ് ആഞ്ഞടിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതിന്റെ നേട്ടങ്ങളാണ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തരാഖണ്ഡിലെ 2 സീറ്റുകൾ വൻ ഭൂരിപക്ഷത്തിനാണ് അവർ നേടിയെടുത്തത്. ഹിമാചൽ പ്രദേശിൽ ഭരണം പോകുമെന്നുള്ള കണ്ടീഷനായിരുന്നു. അവിടെ സ്വതന്ത്രരായ ആളുകൾ ബി.ജെ.പിയിൽ ചേർന്നതായിരുന്നു. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ബി.ജെ.പിയിൽ ചേർന്നത്. എന്നാൽ ആ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് ലക്ഷ്യം കണ്ടത്. ഇവിടെ അതേപോലെ മധ്യപ്രദേശിലാകപ്പെടെ 3,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അമരവാല എന്ന് പറയുന്ന സീറ്റ് ബി.ജെ.പി അവസാനം നിലനിർത്തിയത്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ലീഡ് ചെയ്തിരുന്നത്. എന്തായാലും ഇന്ത്യയിൽ മോദി യുഗം അവസാനിക്കുകയാണ് എന്ന് പറയാൻ പറ്റും. നമുക്കറിയാം മഹാരാഷ്ട്രയിലും അതേപോലെ ഹരിയാനയിലും ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്.
ആ ഇലക്ഷൻ നടക്കാൻ 6 മാസമുള്ള സമയത്താണ് ഇപ്പോൾ അതിന് മുന്നോടിയായി നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഫലം വന്നിരിക്കുന്നത്. അത് വലിയ തരത്തിലുള്ള തിരിച്ചടി തന്നെയാണെന്ന് കൃത്യമായി പറയാം. ഇതിനെക്കുറിച്ച് നമ്മുടെ വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞത് നരേന്ദ്രമോദിക്കേറ്റ മുഖത്തേറ്റ തിരിച്ചടിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ രംഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളോടും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും BJP തൂത്തെറിയപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. 13 ഫലങ്ങൾ പ്രഖ്യാപിച്ചതിൽ 2 മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതും നാമമാത്രമായ ഭൂരിപക്ഷത്തിന് 3000-ൽ താഴെ ഭൂരിപക്ഷത്തിനാണ് 2 സീറ്റിലും അവർ നിലനിർത്തിയിരിക്കുന്നത്. പക്ഷേ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി അവർ പറയുന്ന ഉത്തരാഖണ്ഡിൽ 2 ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റിലും ഹിമാചലിൽ 3 നടന്നിടത്ത് 2 സീറ്റിലും കോൺഗ്രസ് പാർട്ടി വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനത BJPക്കെതിരെ നടത്തിയ ശക്തമായ വിധിയെഴുത്തായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇത് മോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം. നിങ്ങൾക്കറിയാം, ഹിമാചൽ പ്രദേശിൽ അവർ ചെയ്തത് എന്താണെന്നറിയാം. 6 കോൺഗ്രസ് MLA-മാരെ കൂറുമാറ്റി, പണം കൊടുത്ത് കൂറുമാറ്റി അവരുടെ പക്ഷത്തെ കൊണ്ടുവന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഹിമാചൽ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായിരുന്നു പദ്ധതി. അതനുസരിച്ച് അവർ പരിപാടി തയ്യാറാക്കി. പക്ഷേ ജനകീയ കോടതിയിൽ ആ ദൗത്യം ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. 40 സീറ്റുമായിട്ടാണ് ഹിമാചൽ ഞങ്ങൾ തുടങ്ങിയത്. 6 പേരെ അവർ കൊണ്ടുപോയി. പക്ഷേ വീണ്ടും കോൺഗ്രസ് 40 സീറ്റിൽ ഇന്നെത്തി നിൽക്കുന്നു. ഹിമാചലിലെ ജനങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. ഉത്തരാഖണ്ഡിൽ അതുപോലെ തന്നെ മംഗളൂരിലും അതുപോലെ തന്നെ ബദ്രീനാഥിലും 2 കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം കാണിക്കുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ ശക്തമായ തിരിച്ചുവരവ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടങ്ങിയത് അത് അവിടെ അവസാനിക്കുന്നില്ല, അത് തുടരുന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഭരണയന്ത്രം ഇതുപോലെ ദുരുപയോഗപ്പെടുത്തിയ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നില്ല. ഹിമാചലിൽ ED ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളെന്ന് പറയുന്നവരുടെ എല്ലാം വീടുകളിൽ റെയ്ഡ് നടത്തി. കോൺഗ്രസ് നേതാക്കന്മാരെ ചേസ് ചെയ്തു തിരഞ്ഞെടുപ്പ് സമയത്ത്, ഈ ബൈ ഇലക്ഷൻ സമയത്ത്. ഉത്തരാഖണ്ഡിൽ സ്ഥാനാർത്ഥികൾക്ക് പോലും പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റിയിട്ടില്ല. അവരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഒരു ഭാഗത്തെ വോട്ട് ചെയ്യാൻ പോലും അനുവദിക്കാത്ത സ്ഥിതിയായിരുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടും എല്ലാ ഗവൺമെൻറ് മിഷനറി ദുരുപയോഗം ചെയ്തിട്ടും ഉത്തരാഖണ്ഡിലെയും ഹിമാചലിലെയും ജനങ്ങൾ വലിയ വിജയമാണ് കോൺഗ്രസിന് സമ്മാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബദ്രീനാഥിലെ വിജയം അയോധ്യയ്ക്ക് ശേഷം പോളറൈസേഷൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തെ ഉപയോഗിച്ചുകൊണ്ട്, വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാമെന്നുള്ള BJPക്കുള്ള കനത്ത പ്രഹരമാണ്. അവർക്കേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ അടർത്തിയെടുത്ത് മത്സരിപ്പിച്ച ഇടങ്ങളിലും BJPക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന ഊർജ്ജം തീർച്ചയായിട്ടും. അതാണ് പറയുക, ഈ കാലുമാറ്റക്കാരെ നമ്മളാകെ ഭയപ്പെടുന്നത് രാഷ്ട്രീയ ജനാധിപത്യത്തിലാണ്. കാലുമാറ്റക്കാരെ തിരഞ്ഞു പിടിച്ച് ജനം തോൽപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത്. അത് ഹിമാചലിൽ നിന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അത് നല്ല സന്ദേശമാണ്, ജനാധിപത്യത്തിനും നല്ല സന്ദേശമാണ്, BJPക്കുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജുമാണ്.